The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi children, welcome back to your computer virtual class. I hope you all are safe and healthy at home. Yes, so last class ഞാൻ ആൽഫബറ്റ് ഡ്രോയിങ്ങിന് ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചിരുന്നു. കുറച്ച് പേരൊക്കെ എന്നോട് യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്നാൽ ഇന്ന് മുതൽ ആൽഫബറ്റ് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമുക്ക് എല്ലാ സെഷനിലും ഇൻട്രൊഡക്ഷനിൽ ഒരു 2 ആൽഫബറ്റ്സ് വെച്ചിട്ട് ഡ്രോയിങ് നോക്കാം. ഓക്കെ, സോ റെഡി ആണോ? എങ്കിൽ ഒരു പെൻസിൽ എടുത്തിട്ട് വന്നേ. യെസ്, ഓക്കെ. സോ ഫസ്റ്റ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്മോൾ ലെറ്റർ എ വെച്ചിട്ട് ഒരു ഡ്രോയിങ് ആണ്. സോ വരച്ച് കഴിഞ്ഞിട്ട് പറയണം അത് എന്താണ്. ഓക്കെ, യെസ്. സോ ഫസ്റ്റ് have to write A. What is this? Small letter A, right? Then just draw a oval shape. Okay. Then just draw 2 curves like this. Okay. Then 2 line. ഇങ്ങനെ ഇതുപോലെ രണ്ടെണ്ണം വരയ്ക്കാം. Okay. Then I. Right. Okay. എന്തിങ്ങനെ വാലത്? യെസ്, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വാട്ട് ഈസ് ദിസ്? ആൻഡ്. യെസ്, ഓക്കെ. നമുക്കിനി സ്മോൾ ലെറ്റർ ബി നോക്കാം. റൈറ്റ്. സോ നെക്സ്റ്റ് ബി. ഫസ്റ്റ് ഡ്രോ സ്മോൾ ലെറ്റർ ബി. റൈറ്റ്. ദെൻ സെയിം സർക്കിൾ draw this side also. രണ്ട് സൈഡ് വരയ്ക്കാം. റൈറ്റ്. ആൻഡ് 1 curve like this, 2 sides. ഓക്കെ. ദെൻ ഇവിടെ ഒരു ചെറിയ ഇങ്ങനൊരു curve വരയ്ക്കാം. ഓക്കെ. ദെൻ 2 eyes. റൈറ്റ്. ദെൻ ഇതിനകത്ത് കുറച്ച് സർക്കിൾസ്. ഓക്കെ. Draw small circles inside. Okay, then ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താ? നെക്സ്റ്റ് ലെഗ്സ്. ഓക്കെ. കണ്ടോ, ഇങ്ങനെ വി പോലെ വരച്ചിട്ട് ജോയിൻ ചെയ്താൽ മതി. അതേപോലെ ഈ സൈഡ്. ഓക്കെ. ഇനി രണ്ട് കറണ്ട്. യെസ്. സോ അപ്പോൾ ഇതും വരച്ചു. റൈറ്റ്. ഓക്കെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേസ് സെഷൻ. ഓക്കെ. സോ ടുഡേ വി ആർ ഗോയിങ് ടു സീ ദ റിവിഷൻ ഓഫ് അവർ 4th ചാപ്റ്റർ. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു. നമ്മളിതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് മാത്രമാണ് പെൻഡിങ്. ഓക്കെ. സോ ടുഡേ വി വിൽ റിവൈസ് ദ ചാപ്റ്റർ ആൻഡ് വി വിൽ ഡു ദ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ്. Okay, right. So children, do you remember what we learned first? Which key we have learned first? Caps lock key. Alle, what is the use of caps lock key? To type capital letters, right? So caps lock key press ചെയ്തിട്ട് then നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെല്ലാം capital letters ൽ വരും, right? And how we know that whether the caps lock key is on or off? Caps lock key on ആണോ off ആണോ നമ്മൾ എങ്ങനെ അറിയാം? caps lock key caps lock എന്ന് പറയുന്ന ആ ഒരു ലൈറ്റ് കത്തൂല്ലേ? യെസ്. സോ ഹിയർ ഐ എം ടൈപ്പിംഗ് കൂൾ. കണ്ടോ? യെസ്, ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് കീ ഷിഫ്റ്റ് കീ അല്ലേ? ഷിഫ്റ്റ് കീ പഠിച്ചു. യെസ്, വി കനോട്ട് യൂസ് ഷിഫ്റ്റ് കീ അലോൺ. ഷിഫ്റ്റ് കീ മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല.
നമ്മൾ ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ച് വേറെ എന്തെങ്കിലും പ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ 3 എന്ന് പറയുന്ന ഒരു നമ്പർ പ്രസ് ചെയ്യാണ് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട്. അപ്പോൾ എന്താ വരിക? അതിൻ്റെ സിമ്പിൾ വരും, ആ കീയിലുള്ള സിമ്പിൾ വരും അല്ലേ? യെസ്. അതുപോലെ നമ്മൾ ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ആൽഫബറ്റ്, ഇപ്പോൾ R എന്നുള്ളത് പ്രസ് ചെയ്യുമ്പോൾ ആൽഫബറ്റ് R എന്നുള്ളത് പ്രസ് ചെയ്യുമ്പോൾ R സ്മോൾ ലെറ്ററിൽ വരും. കാരണം R ഓൾറെഡി ക്യാപിറ്റൽ ലെറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് R ടൈപ്പ് ചെയ്യുമ്പോൾ R സ്മോൾ ലെറ്ററിൽ വരും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ സ്മോൾ ലെറ്റർ, if you press shift key and hold it, then you press R, you can see that in capital letter. Okay, so small letter ലാണെങ്കിൽ shift key press ചെയ്യുമ്പോൾ capital letterൽ വരും. അതുപോലെ capital letterലാണെങ്കിൽ shift key press ചെയ്യുമ്പോൾ small letterൽ വരും. Right. Next നമ്മൾ എന്താ പഠിച്ചത്? Home key and end key. Right. So what is this? ആ blinking എന്നത് എന്താണ്? What is that line? Cursor. Right. So for example, here I am typing our school name, Gurukulam. Yes, see the cursor is at the end of the word. Alle, Gurukulam ennulla word inde avasanamana cursor. If I want that cursor at the beginning, you can press home key. Home key press the cursor beginning il varum. And if you press end key, last one. Okay, then Windows key padichu alle. Yes. So Windows key press ചെയ്താ you can see the start menu. To open start menu we are using Windows key. And how many window key are there in the keyboard? 2. Right. And if you press it again, yes, so the 4. Right. Okay. Yes children, do you remember all these things? എല്ലാം ഓർമ്മയുണ്ടോ? Right. So let's do the textbook activities. Yes. Take your textbook and pencil. Right. Chia. Okay. Okay children, let's do the activities. Right. Take page number 32. Okay. So 4 chapter textbook activities. So first one, tick the correct answer. First question, what do you get on the screen if you press 2 key? So see here, നമുക്ക് ഒരു കീ മാത്രമേ ഉള്ളൂ. 2 എന്ന് പറയുന്ന നമ്പർ കീ മാത്രമേ ഉള്ളൂ. ഇവിടെ ഷിഫ്റ്റ് എന്നുള്ളതില്ല അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ 2 പ്രസ് ചെയ്യുമ്പോൾ എന്താ വരിക? 2 തന്നെയാണ് വരിക. സോ ടിക്ക് ഓൺ 2. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് കീ മൂവ്സ് ദ കഴ്സർ ടു ദ ബിഗിനിങ് ഓഫ് ദ ലൈൻ? ലൈനിൻ്റെ ബിഗിനിങ്ങിലേക്ക് പോകാൻ ഏത് കീയാണ് നമ്മൾ യൂസ് ചെയ്യുക? ഹോം കീ. നെക്സ്റ്റ്, വാട്ട് വുഡ് യു ഗെറ്റ് ഓൺ ദ സ്ക്രീൻ ഇഫ് യു പ്രസ് ദ ലെറ്റർ സെഡ് എലോങ് വിത്ത് ദ ഷിഫ്റ്റ് കീ? ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ക്യാപിറ്റൽ സെഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്മോൾ സെഡ് വരും. യെസ്. സോ ടിക്ക് ഓൺ സ്മോൾ സെഡ്. ട്രൂ ഓർ ഫോൾസ്? വി യൂസ് ദ വിൻ കീ ടു ഓപ്പൺ ദ സ്റ്റാർട്ട് മെനു. സ്റ്റാർട്ട് മെനു ഓപ്പൺ ചെയ്യാനാണ് വിൻ കീ യൂസ് ചെയ്യുന്നത്. ട്രൂ അല്ലേ? യെസ്. സോ റൈറ്റ് ടി. We use the caps lock key to type small letters. Small letters type ചെയ്യാനാണോ caps lock key? അല്ല. So it is false, right? F. Okay. We use home key to move the cursor to the end of the line. ലൈനിൻ്റെ എൻഡിൽ പോകാനാണോ ഹോം കീ? അല്ല. നമ്മൾ ബിഗിനിങ്ങിൽ അല്ലേ, സ്റ്റാർട്ടിങ്ങിൽ പോകാനാണ് നമ്മൾ ഹോം കീ യൂസ് ചെയ്യുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് ഓൾസോ false. Right. Take next page. Take your page number 34. Right. So who am I? Okay, see they gave some hints. Okay, നമ്മൾ ഇവിടെ ഒരു സെൻറ്റൻസ് ഉണ്ട്, അത് വായിച്ചിട്ട് അത് ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, യു ക്യാൻ ടൈപ്പ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെൻ ഐ ആം ഓൺ. ഞാൻ ഓൺ ആയിരിക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാം. ആരാത്? ക്യാപ്സ് ലോക്ക് കീ. റൈറ്റ്. സോ ക്യാപ്സ് ലോക്ക്. ഓക്കെ, ദെൻ ഐ ടേക്ക് യു ടു ദ ബിഗിനിങ് ഓഫ് ദ ലൈൻ. ലൈനിൻ്റെ ബിഗിനിങ്ങിലേക്ക് പോകാൻ ഏത് കീയാണ് യൂസ് ചെയ്യുക? ഹോം കീ. സോ റൈറ്റ്, ഹോം കീ. I am used to type upper symbols of a key. കീയുടെ മേലെയുള്ള സിമ്പിൾ ടൈപ്പ് ചെയ്യാൻ ഏതാ യൂസ് ചെയ്യുക? ഷിഫ്റ്റ് അല്ലേ? സോ റൈറ്റ്, ഷിഫ്റ്റ് കീ. ഓക്കെ, ഐ ഓപ്പൺ ദ സ്റ്റാർട്ട് മെനു. സ്റ്റാർട്ട് മെനു ഓപ്പൺ ചെയ്യാൻ ഏത് കീയാണ് യൂസ് ചെയ്യുക? വിൻ കീ അല്ലേ, അല്ലെങ്കിൽ വിൻഡോസ് കീ. നമുക്ക് വിൻ കീ എഴുതാം. ഓക്കെ. Yes children, so do these textbook activities and send it to me. Right. So എല്ലാവരും അയക്കുക, ചെയ്തിട്ട് അയക്കുക. Okay, and if you have any doubts you have to call me. Right. Okay, on the next session we will start our new chapter. Okay, so be safe, be happy. Thank you.